ജസ്റ്റ് ഒരു നോർമൽ പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഒന്ന് അപ്സൈക്കിൾ ചെയ്ത് ഇതുപോലൊരു ഫെയറി ഹൗസ് ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ ഇതിനായിട്ട് ഒരു കുട്ടി പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക, ഏത് സൈസിൻ്റെ വേണേൽ എടുക്കുക. ഇനി ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഒരു ഫോം ക്ലേ, ഞാനിവിടെ ഒരു വയലറ്റ് തീമിലാണ് സെറ്റ് ചെയ്യുന്നത്. സോ വയലറ്റ് കളറിലെ ഫോം ക്ലേ എടുത്ത് ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് പോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും റോൾ ചെയ്ത് അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് റോൾ ചെയ്തത് ഇതുപോലെ ഒരു വിൻഡോ പോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബോട്ടിലോട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് കഴിയുമ്പം നമ്മുടെ ഫെയറി ഹൗസിന് ഒരു ഡോർ വേണമല്ലോ. അപ്പോൾ ഇതിനായിട്ട് ബ്രൗൺ കളറിലെ ഫോം ക്ലേ എടുക്കുക, ഒരു ബോൾ പോലെ ആക്കുക, എന്നിട്ട് വെച്ചൊന്ന് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ട് സൈഡിൽ നിന്നും താഴെ നിന്നും എല്ലാം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു പാറ്റേൺ വരാനായിട്ട് ഇത് നമ്മുടെ ക്ലേയുടെ കൂടെ കിട്ടുന്നത് തന്നെ ടൂളാണ്. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നൈഫ് വെച്ചൊന്നും ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിനൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാനായിട്ട്, അതായത് ബ്രിക്ക് വെച്ച പോലെ ഒരു എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഇതുപോലെ ക്രീം കളർ ഫോം ക്ലേ എടുത്ത് ഒരു റോള് പോലെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പരിപാടിയാണ്. ഇനി ഇത് മൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബേസ് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതുപോലെ 2 കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി ഒട്ടിച്ചിട്ട് നമ്മുടെ ബോട്ടിൽ അതിലൊന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ ബോട്ടിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു മഷ്റൂം പോലെ ഒന്ന് ഉണ്ടാക്കി ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പോർഷൻ മാത്രമേ കാണത്തുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ ഹാഫാക്കി എടുത്ത് ഇതങ്ങോട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി ഡെക്കറേഷൻ പരിപാടി തുടങ്ങും. അപ്പോൾ ബ്ലാക്ക് ഫോം ക്ലേ എടുത്തിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്ത് ജസ്റ്റ് സൈഡിലെല്ലാം സ്റ്റോൺസ് പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ബ്രൗൺ ഫോം ക്ലേ എടുത്ത് ബാക്കി പോർഷൻ ഫുള്ളായിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ച മഷ്റൂംസ് 2 സൈഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക, അതിനൊരു സ്റ്റെം കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പച്ചപ്പ് ഹരിതാപമൊക്കെ വരാനായിട്ട് ഗ്രീൻ കളർ ഫോം ക്ലേ എടുത്ത് ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കളറാക്കാനായിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ലാവൻഡർ ഫ്ലവറാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വയലറ്റ് ഫോം ക്ലേ എടുത്ത് കുറച്ച് ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഈ ഫ്ലവർ ഓരോ ബോൾസും എടുത്ത് ഓരോ പെറ്റൽസ് ആക്കിയിട്ട് ഒന്ന് കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ പിങ്ക് ക്യൂട്ട് ഫ്ലവേഴ്സ് കിട്ടും. ഇനി ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പെറ്റൽസിൻ്റെ മേലെ ഒരു 3D എഫക്റ്റ് കിട്ടാനായിട്ട് വീണ്ടും ഇതുപോലെ ഓരോ പെറ്റൽസ് പോലെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് ആ പോർഷനും കൂടെ ഈ വയലറ്റ് കളറിലെ ക്ലേ വെച്ച് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഒരു ലൈറ്റ് എടുക്കുക, അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതുകൂടെ വെച്ച് ഇൻസേർട്ട് ചെയ്യുക. ആ ലൈറ്റ് ഫുള്ളായിട്ട് അൺവൈൻഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇറക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പോർഷനിൽ മാത്രം ലൈറ്റ് വന്ന പോലെ ഇരിക്കും. എന്നിട്ട് അങ്ങോട്ട് കത്തിക്കുക. അപ്പോൾ അത്രയുള്ള പരിപാടി. സിമ്പിളായിട്ടില്ലേ? നല്ല ഈസ്തറ്റിക് ലുക്കിൽ ഒരു ഡെസ്ക് ഡെക്കറും ആയി. നോർമൽ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നല്ല അടിപൊളി ഒരു മേക്ക് ഓവറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.